സാർ ഒരു മോട്ടിവേഷൻ സ്പീക്കറാണല്ലോ, അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആവും. ബട്ട് നമ്മൾ ലൈഫിൽ അതേപോലെ ഒരു ഇമോഷണൽ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കത് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ടൈമിൽ മെൻ്റലി വീക്ക് ആവാതെ എങ്ങനെ നമുക്ക് ഒരു മോട്ടിവേഷൻ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത്. നല്ല ചോദ്യം. എനിക്ക് ആദ്യം പറയാനുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ അല്ല. എനിക്ക് ആ പരിപാടിയോട് തന്നെ പുച്ഛമാണ്, അത്ര ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, മോട്ടിവേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. എനിക്ക് എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റാറില്ല പലപ്പോഴും. എന്നിട്ടാണ് ഞാൻ നാട്ടുകാരെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. എടാ, നമുക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനേ കുറച്ചെങ്കിലും കഴിയൂ. അങ്ങനെ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ആ വാക്ക് തന്നെ ഇല്ലാത്തൊരു കാര്യം, ഇല്യൂഷനാണ്, ഇല്ലാത്തൊരു കാര്യം പറയുന്ന. നമുക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനേ പറ്റൂ കുറച്ചെങ്കിലും. പിന്നെ എങ്ങനെയാണ്, ഈ മോള് ചോദിച്ച ചോദ്യമാണ് പ്രധാനം. അതെന്താണെന്നറിയോ? ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിലെ സങ്കടം ഉള്ള സമയത്ത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ വിഷമങ്ങളുള്ള സമയത്ത് ഞാൻ എങ്ങനെയാണ് പിടിച്ചു നിന്നത്, ഞാൻ എങ്ങനെയാണ് പിടിച്ചു നിന്നത് എന്ന് അതേപോലെയുള്ള അനുഭവത്തിലൂടെ ഇന്ന് കടന്നു പോകുന്ന ആളുകൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് മോട്ടിവേഷൻ എങ്കിൽ അതൊരു അടിപൊളി മോട്ടിവേഷനാണ്. ഇപ്പം നിങ്ങൾ കടന്നു പോകുന്ന എന്തെങ്കിലും ഒരു സങ്കടം, ഈ ഇതുപോലൊരു സങ്കടത്തിലൂടെ എന്തെങ്കിലും കടന്നു പോകാൻ സാധ്യതയുള്ളൊരു മനുഷ്യൻ കുറേ കാലം കഴിഞ്ഞ് ഇതേപോലൊരു സങ്കടത്തിലൂടെ കടന്നു പോകുന്ന ഒരാൾ, ഒരു കുട്ടി നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് പോരാട്ടമുള്ളൊരു ചരിത്രം സ്വന്തം നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ, പുസ്തകത്തിൽ നിന്ന് വായിച്ചതല്ല, എൻ്റെ ജീവിതത്തിലെ ഒരു പ്രണയ പരാജയത്തിൻ്റെ സമയത്ത് ഞാൻ എങ്ങനെ പിടിച്ചു നിന്നു, എൻ്റെ ജീവിതത്തിലെ വലിയൊരു നഷ്ടം ഉണ്ടായ സമയത്ത് ഞാൻ എങ്ങനെ പിടിച്ചു നിന്നു, എൻ്റെ ജീവിതത്തിലെ വലിയൊരു തോൽവിയുടെ സമയത്ത് ഞാൻ എങ്ങനെ പിടിച്ചു നിന്നു എന്ന് അതേപോലെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യർക്ക് നമ്മൾ നമ്മുടെ ജീവിതം വെച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ പേരാണ് മോട്ടിവേഷൻ എങ്കിൽ അതൊരു ഒന്നാം തരം മോട്ടിവേഷനാണ്. അതല്ലാതെ അവിടുന്ന് ഇവിടുന്ന് വായിച്ച തിയറി പറഞ്ഞു കൊടുക്കലാണ് മോട്ടിവേഷൻ എങ്കിൽ അത് വെറുതെയാണടാ, അതിലൊരു കാര്യമല്ല, ഒരു പ്ലാസ്റ്റിക് ആണത്, ഒരു യാഥാർത്ഥ്യം ഇല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ മോളോട് എനിക്ക് പറയാനുള്ളത് അതാണ്. നമ്മളെപ്പോഴും പറയാൻ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം അതാണ്. നമുക്ക് ബോധ്യമുള്ള കാര്യമേ പറയാറുള്ളൂ. എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ. ആരാൻ്റെ ബോധ്യങ്ങളെ ഞാൻ പറയാറില്ല, എൻ്റെ ബോധ്യങ്ങളെ പറയാറുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളെങ്ങനെ പിടിച്ചു നിന്നു, നമ്മുടെ ഒരു സംഘർഷ നിമിഷങ്ങളിൽ നമ്മളെങ്ങനെ പിടിച്ചു നിന്നു എന്ന് അതേപോലെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കാൻ ഇപ്പം നമ്മൾ കടന്നു പോകുന്ന ജീവിതത്തിൽ നമുക്ക് അതിനെ അതിജീവിക്കാൻ പറ്റുന്ന ഒരു ചരിത്രം നമ്മൾ സ്വയം സൃഷ്ടിക്കണം. മോള് ചോദിച്ച ചോദ്യം എങ്ങനെ നമ്മൾ പിടിച്ചു നോക്കുക. ഞാൻ പിടിച്ചു നിന്നത് വാക്കുകളിലാണ് കേട്ടോ. ഞാൻ പിടിച്ചു നിന്ന വാക്കുകളിലാണ്. മനുഷ്യർ തന്ന വാക്കുകൾ, മനുഷ്യർ എഴുതി വെച്ച വാക്കുകൾ, മനുഷ്യർ പറഞ്ഞ വാക്കുകൾ, പടച്ചോൻ്റെ വാക്കുകൾ, അതിലാണ് ഞാൻ പിടിച്ചു നിന്നത്. എൻ്റെ ജീവിതത്തിൽ ഇന്നൊരു വിഷമുണ്ടെങ്കിൽ ഞാൻ പിടിച്ചു നിൽക്കുക ആ വാക്കുകളിലാണ്. വാക്കുകളിൽ പിടിച്ചു തൂങ്ങും. പ്രതീക്ഷയുടെ അവസാനത്തെ കൊമ്പിലും പിടിച്ചു നിൽക്കും. അത് വാക്കുകളാണ്. എടാ, വാക്കുകൾ ഭയങ്കര ഹീലിംഗ് ആണെടാ. എല്ലാ വാക്കുകളും അല്ല, ചില വാക്കുകൾ നമ്മളെ പിടിച്ചു നിർത്തുന്ന ഹീലിംഗാണ്.